പ്രവാസി വിഷയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ പ്രവാസികളുടെ വീട്ടുകാർക്ക് ഒരു ബോധവൽക്കരണം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ശമ്പളം പോലും ലഭിക്കാതെ ലേബർ ക്യാമ്പിലും മറ്റുമായി കഴിയുന്ന പ്രവാസി തൊഴിലാളികളെ പലപ്പോഴും തളർത്തുന്നത് വീട്ടുകാരിൽ നിന്നുള്ള നിഷേധാത്മകമായ പ്രതികരണമാണ്. ഇത്തരം പ്രതികരണങ്ങൾ പ്രവാസികളുടെ മനോനിലയെ തന്നെ ബാധിക്കുമെന്നതിനാൽ ഈ വിഷയത്തിൽ വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ പ്രവാസി സംഘടനകളോട് അപേക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ ആരംഭിക്കുകയാണ്. കുടുംബ വിസയിലെത്തുന്ന പ്രവാസികൾക്ക് അധിക ഫീസ് ചുമത്താനുള്ള നീക്കം സൗദി പിൻവലിച്ചു. പകരം ഓരോ വിദേശിയും ഇക്കാമയുടെ 2% അധികമായി അടയ്ക്കണമെന്നും നിർദ്ദേശിച്ചു. വിദേശികൾക്ക് സൗദിയിൽ താമസിക്കാനുള്ള അനുമതിയായി ഇക്കാമയിൽ 2% അധികം തുക ഈടാക്കുന്നത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകും. ഇക്കാമയുടെ 2% അധികം പിരിക്കുമ്പോൾ കുടുംബമായി സൗദിയിൽ താമസിക്കുന്നവർക്ക് പുറമെ എല്ലാ പ്രവാസികൾക്കും അത് അധിക ബാധ്യതയായി തീരും. പുതിയ നിർദ്ദേശം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരെ ക്രിമിനലുകളായി കാണുമെന്ന് പൊതുസുരക്ഷാ വക്താവ് വ്യക്തമാക്കി. ഇത്തരം നിയമലംഘകരുടെ വിവരങ്ങൾ ഓൺലൈനിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3 മാസത്തെ പൊതുമാപ്പിന് ശേഷം രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർ ക്രിമിനൽ കുറ്റവാളികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. തൊഴിൽ ഇഖാമ നിയമലംഘകരായി രാജ്യത്ത് കഴിയുന്ന ചിലയാളുകൾ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നതായും ആയുധ കച്ചവടം, മയക്കുമരുന്ന് കടത്ത് എന്നിവയിൽ ഏർപ്പെടുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. സൗദിയുടെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം നിയമലംഘകരെ ക്രിമിനലുകളായി പരിഗണിച്ചേക്കുമെന്ന് വക്താവ് വിശദീകരിച്ചു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പ്രവാസലോകം സംപ്രേഷണം ചെയ്ത സിന്ധു പ്രസന്നന്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ചെന്നിറങ്ങിയപ്പോ തന്നെ വിളിച്ച് കരഞ്ഞും കൊണ്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര വിഷമമാണ്, 3 പിള്ളേരുണ്ട്, ഞാൻ വന്ന് ക്ഷീണിച്ച് വന്ന് കസേരയിലോട്ട് ഇരുന്ന് 3 കൂടെ വന്ന് എന്നെ തെള്ളിയിട്ട് ആ ഇറങ്ങിയ നിമിഷം ആ സമയം തന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒരടി കിട്ടി, അതിനുശേഷം എനിക്ക് ജന്നി വരുന്നെന്ന് പറഞ്ഞു. പ്രേക്ഷകർ പലതവണ കണ്ട ആ ഫിക്സ് പിടിച്ച് പിടയുന്ന ആ മാന്യദേഹമാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. സിന്ധു സൗദിയിലെ കൊടും പീഡനത്തിനൊടുവിൽ 5 മാസത്തെ ശമ്പളത്തിൽ ഒരൊറ്റ ചില്ലി പൈസ ഇല്ലാതെ പോയ പോലെ തന്നെ കാലിയായ കൈയുമായി തിരിച്ചെത്തിയ സിന്ധു നമ്മളോടൊപ്പം ഉണ്ട്. സിന്ധു ഇതിനു മുമ്പ് ഗൾഫ് പോയിട്ടുണ്ട്? ഞാൻ സൗദിയിൽ ദുബൈയിൽ പോയിട്ടുണ്ട്. എന്തിനായി പോയത്? ഗൾഫിലേക്ക് പോയത് എന്താ? പോയത് എനിക്ക് വീടും സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെങ്കിലും ഇച്ചിരി വീട് വസ്തു വാങ്ങിയൊരു കൊച്ചു വീട് വയ്ക്കാന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. വിസ തന്നത് മുഹമ്മദും ആൽബിയും എന്ന് പറയുന്ന 2 പേരോട് ചേർന്ന്. ആൽബി അവന്റെ പേര് ആഷിഖ് എന്നാണ് അവിടെ അറിയപ്പെടുന്ന. ആൽബി എന്ന പേര്. അവിടുത്തെ സ്പോൺസർ അവനാണ്. അവിടെ എവിടെന്നാ പോയത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത് എങ്ങോട്ടാ പോയത്? തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക്. ഇവിടുന്ന് 7 മണിക്കുള്ള ഫ്ലൈറ്റിന് ബോംബെ ഇറങ്ങി. ഈ ബോംബെയില് എമിഗ്രേഷനില് നിങ്ങൾ ചോദിച്ചില്ലേ ഈ സൗദി വിസ? ഞാൻ കണ്ടിരുന്നു ആ വിസ. ഈ സൗദി വിസ ഈ മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാത്ത, പ്രത്യേകിച്ച് എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെയാണ് നിങ്ങൾ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിച്ചില്ല എന്താ കാര്യം? അത് പരിചയമുള്ള ആളായിരുന്നു. കയറ്റിവിടുന്ന ആളുകൾക്ക് പരിചയമുള്ള ഇമിഗ്രേഷൻ ഓഫീസർ. ഓൾറെഡി ഏജന്റുമാർ അറേഞ്ച് ചെയ്ത ഇമിഗ്രേഷൻ ഓഫീസറാണ് സിന്ധുവിനെ കയറ്റിവിട്ടത്. എന്തായിരുന്നു അതിന്റെ രീതി? എങ്ങനെയാ നിങ്ങള്? അതിന്റെ രീതി, ഇമിഗ്രേഷൻ ഞാൻ ലൈനിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഈ ബാബുരാജ് എന്ന് പറയുന്ന അവിടുത്തെ ബുഷിങ് ആളുണ്ട്. ബാബുരാജ് അയാളാണ് ബോംബെയിലുള്ള. അദ്ദേഹം എന്റെ ഈ പാസ്പോർട്ടും പിന്നെ ടിക്കറ്റും കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇമിഗ്രേഷൻ ക്ലിയറൻസിന് ചെല്ലുമ്പോഴത്തേന് ആദ്യമേ ഫസ്റ്റ് നമ്മളുടെ ബോഡി പാസ് തരുന്നിടത്ത് മാത്രം കാണിക്കുക ഒരു കടലാസ്. അതറിയത്തില്ല. അത് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് കളയുക. അത് ചുരുട്ടി കൂട്ടി കളയുക. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു അടയാളം തന്നെനിക്ക്. കാരണം ഒരു നീല ഷർട്ട് ഇട്ട ഒരാള്, കണ്ണട വെച്ച ഒരാള്, പിന്നെ അടയാളം എഴുന്നേറ്റ് ഇന്ന് വെള്ളം കുടിക്കും. അതാണ് എനിക്ക് തന്ന അടയാളം. അപ്പൊ ഞാൻ അതനുസരിച്ച് നോക്കി ചെന്നപ്പോ ഒരാൾ വെള്ളം കുടിച്ചു. ഞാൻ എന്റെ പാസ്പോർട്ട് കൊണ്ട് ചെന്ന് കാണിച്ചു. അദ്ദേഹം നോക്കി ക്ലിയറൻസ് ചെയ്തു, കയറ്റിവിട്ടു. നേരെ ഷാർജയിലേക്ക്. ഷാർജയിൽ ചെന്ന് അവിടെ ഒരു 5-6 മണിക്കൂർ ഇരിക്കേണ്ടി വന്ന എയർപോർട്ടിൽ. പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ആ എയർപോർട്ടിൽ ഇരുന്നപ്പോഴത്തേന്
4 മണിക്കായിരുന്നു അവിടുന്ന് ഫ്ലൈറ്റ്. അവിടുന്ന് 6 മണിക്ക് ഉള്ളിലങ്ങാണ്ടാണെന്ന് തോന്നുന്നു അബഹയിൽ ചെന്ന്. അബഹയിൽ 7 മണി വരെ ഇരുന്നപ്പോൾ അറബി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെയാണ് അസുഖം വന്നത്? എങ്ങനെയാ? മുമ്പ് അസുഖം ഉണ്ടായിരുന്നോ? 12 വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള അസുഖമായിരുന്നു. പിന്നെ ഇപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അവിടെ ചെന്നതിന് ശേഷം ഈ 5 കുട്ടികളുടെ ശല്യം സഹിക്കാൻ വയ്യ. പിന്നെ നമുക്ക് അയാളിൽ നിന്ന് എവിടെയെങ്കിലും ഇരുന്ന കസേരയിലിരുന്ന തള്ളിയിടും. ഒരു ആഹാരം പോലും നമ്മളെ കഴിക്കാൻ താമസിക്കില്ല. കാരണം ഓടി വന്ന ആഹാരം കഴിച്ചോണ്ടിരിക്കാൻ നമ്മൾ തുപ്പി തരും. തുപ്പി തന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെടുത്ത് കളയാന്നല്ലാതെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇയാളുടെ എന്ത് വെയിറ്റുള്ള സാധനങ്ങൾ നമ്മളോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. നമുക്ക് ആ വെയിറ്റ് നമ്മൾ പൊക്കാൻ പോലും പറ്റാത്ത സാധനം സ്പീഡിന് എടുത്തോണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കും. ചെരുപ്പ് ഊരി അടിക്കുമായിരുന്നു, ചവിട്ടി തള്ളിയിടുമായിരുന്നു, തലയ്ക്ക് അടിക്കുമായിരുന്നു. എനിക്ക് തലയ്ക്ക് ഒരു അടി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് പിക്സ് പോലെ വരാൻ തുടങ്ങിയത് തന്നെ. സിന്ധുവിന്റെ മോചനം എങ്ങനെയാ സാധ്യത? സിന്ധുവിന്റെ മോചനം ഞാൻ കേട്ടിടത്തോളം ഈ ഏജന്റ്, ഈ ആൽബി എന്ന് പറയുന്ന ഏജന്റ്, ബാബുരാജ് എന്ന് പറയുന്ന ഏജന്റും കൂടിയിട്ട് സിന്ധുവിന്റെ കൂടത്തിനുണ്ടായിരുന്ന മറ്റൊരു സിന്ധുവിനെ, തിരുവനന്തപുരത്ത് ചെറിയൻകീഴിലുള്ള സിന്ധുവിനെ പകരം കൊടുത്തിട്ടാണ് സിന്ധു വരാൻ സാധിച്ചത്. അത് കൊടുത്തപ്പോഴേ ഈ അറബി നിങ്ങൾക്ക് മോചനം തന്നു. അത്രേ ഉള്ളൂ. എനിക്ക് പകരം മറ്റൊരാളെ കുരുതി കൊടുത്തു എന്ന് വേണം പറയാൻ. ഈ ആൽബി എന്ന് പറയുന്നവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് അവനാണ് ഇതിന്റെ ആൽബി എന്ന് പറയുന്നത്. കാരണം ആൾക്കാരെ മനുഷ്യക്കടത്ത് ചെയ്തിട്ടാണ് അവനിപ്പോ 3 നില വീട് വെക്കുന്നത്. അവന്റെ വീട് നെടുമങ്ങാട് അരുവിക്കര. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. അവന്റെ വീട് തിരക്കി ഇനി ആൾക്കാർ പോകാതിരിക്കുകയാണ്, ഈ സിന്ധുവിന്റെ ആൾക്കാർ. ഈ അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും ദുരിതം, വരാൻ പോകുന്ന വീടിന്റെ അവസ്ഥയും സിന്ധുവിന്, ഈ മറ്റേ ചെറിയൻകീഴിലുള്ള സിന്ധുവിനെ അറിയിക്കാൻ ഒരു മാർഗം ഉണ്ടായില്ലേ? എങ്ങനെ ഞാൻ അറിയിക്കാനാ? ഫോണില്ല വിളിക്കാൻ. ഫോൺ തരാം. എന്റെ വീട്ടിലുള്ളവരെ പോലും വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ പിന്നെ ചെന്ന് 1 മാസം 2 ആഴ്ച ഫോൺ വിളിച്ച് എന്റെ വീട്ടുകാരോട് സംസാരിച്ചു. പിന്നെ ഒരു 35 ദിവസം ഫോൺ തന്നില്ല. ഇന്ത്യൻ എംബസിയിലെ ഓഫീസറെ ഞാൻ വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന്റെ ഓഫീസർ ഒരു ജോർജ് സാറ് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ലജ്ജ ഇല്ലേന്ന് വിളിച്ച് നാട്ടിൽ കയറ്റി വിടാൻ പറയാം. എന്ത് യോഗ്യത അദ്ദേഹത്തിനുള്ളത് ഇന്ത്യൻ എംബസിയുടെ തലപ്പിലിരിക്കാൻ? എനിക്ക് നാട്ടിൽ കയറ്റി വിടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് 1 മാസം തികഞ്ഞതിന് നാട്ടിൽ കയറ്റി വിടാൻ പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേന്ന് നിങ്ങൾ ലജ്ജിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന് എന്തോ യോഗ്യതയാണ് ആ ഇന്ത്യൻ എംബസിയുടെ തലപ്പത്തിരിക്കാൻ? ആ മനുഷ്യന് ഒരു യോഗ്യതയില്ല. അത് ഞാൻ ഇന്നും പറയുന്നു. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ നമ്പർ ഉണ്ടായിരുന്നെ ഞാൻ വിളിച്ച് 2 തെറി പറഞ്ഞേനെ. കാരണം അതിലെന്ത് കേസ് വന്നാലും ഞാൻ സഹിച്ചേനെ. കാരണം അത്രയ്ക്ക് മനസ്സുരുകയാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരു ഓഫീസറെ വിളിക്കുന്നത്. അപ്പൊ ആ ഓഫീസർ പറഞ്ഞ മറുപടിയാണ്. അങ്ങനെയാണ് ഒരു ഓഫീസർ പറയേണ്ടുന്നത്. എന്റെ അമ്മയോട് സംസാരിച്ച് തീർന്നതിന് മുമ്പ് തിരിച്ചു വാങ്ങുകയാ ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പരിപാടി? ഇനി വീണ്ടും ഒരു വിസ കിട്ടി കഴിഞ്ഞാൽ പോവോ? ഇല്ല, എനിക്കിപ്പോ പോകണമെന്ന് താല്പര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടാണ് വന്നത്. കാരണം അത്ര ഇനി എന്റെ അറിവിൽ ഒരു സ്ത്രീകള് സൗദി അറേബ്യയിൽ പോകരുതെന്ന്, ഞാൻ ഏത് സ്ഥലത്ത് പോയാലും സൗദി എന്ന് പറയുന്ന സ്ഥലത്ത് പോകരുതെന്ന് ഞാൻ പറയും. കാരണം അത്ര ദുഷ്ടരാണ് അവിടെ ഉള്ളത്. കേട്ടല്ലോ, പ്രേക്ഷകർ കേട്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന മൈഗ്രേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം പോകുന്ന അറബി, അയാളുടെ ബാങ്ക് ബാലൻസ്, അയാൾ 2500 രൂപ നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. $2500 അത് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപയോളം അടുത്ത് വരും. ഇത്രയും തുക നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഒരു വീട്ടുതൊഴിലാളിയെ ഇന്ത്യയിൽ നിന്നും സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ അത്തരം നിയതമായ മാർഗങ്ങളിൽ പോവാൻ തയ്യാറാവാതെ പകരം ഏജന്റുമാരെ സമീപിക്കുകയും അവർക്കൊരു പണം കൊടുത്തിട്ട് ഒരു രേഖയും ഇല്ലാതെ, ഒരു ജോബ് കോൺട്രാക്റ്റും ഇല്ലാതെ സിന്ധുവിനെ പോലുള്ള എത്ര മനുഷ്യരെ ഇതുവരെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് പ്രവാസ ലോകത്തിന് ഒരു പിടുത്തവുമില്ല. പ്രവാസ ലോകത്തിന് ഇതുവരെ 86 കേസുകളാണ് പ്രവാസ ലോകം ഇതുവരെയായി കഴിഞ്ഞ വർഷം മെയ് മാസത്തിന് ശേഷം പ്രവാസ ലോകം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർ സൗദിയിലേക്കുള്ള വീട്ടുതൊഴിലാളി വിസയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അപകടത്തിലേക്ക് ചെന്ന് ചാടല്ലേ എന്നാണ് പ്രവാസ ലോകത്തിന് നമ്മളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 16 വർഷങ്ങൾക്ക് മുമ്പ് വെൽഡർ ജോലിക്കായി ഒറീസയിലേക്ക് പോയ ആലപ്പുഴ സ്വദേശി, ചെങ്ങന്നൂർ സ്വദേശിയാണ് രാജേന്ദ്രൻ. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല. ഭാര്യ രജിതയാണ് വന്നിട്ടുള്ളത്. തൻ്റെ ഭർത്താവിന് വേണ്ടി കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടയിൽ വന്നു, പിന്നെ തിരിച്ചു പോയി, വീണ്ടും ഒരു വിവരവും ഇല്ല. ഇന്ന് ആ മകൻ്റെ, നിവേദ് കൃഷ്ണ, ആ മകൻ്റെ 3ാം ജന്മദിനമാണ്. ഇന്ന് അച്ഛൻ കൂടെ ഇല്ലാത്ത ആ മകൻ്റെ ഒരു വിഷമമാണ് ഇന്ന് രജിതയെ നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളതും. ഇന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ രജിതയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ 2015 മുതലാണ് ആളെ ഇതില്ലാത്ത എവിടെയുള്ളത് ആള് ഇല്ലെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും. ആദ്യം വിളിച്ചപ്പോ വിശാഖപട്ടണത്താണ് പറഞ്ഞു, പിന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അങ്ങനെ പല സ്ഥലത്തും കമ്പനി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. കഴിഞ്ഞ ഏപ്രിൽ 16 വിളിച്ചതാ. 2016 ഏപ്രിൽ 16 ലാസ്റ്റ് വിളിച്ചത്.
പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുക. അപ്പൊ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. കാലമായിട്ട് മുമ്പിൽ പുറത്ത് 5 കൊല്ലമായിട്ട് പുറത്ത് തന്നെ. എന്റെ കല്യാണത്തിന് മുമ്പാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല സാറേ. ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാം. 2014 9/6/2013 എന്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം നാട്ടിലുണ്ടായിരുന്നു. മോന്റെ 1 വയസ്സ് പിറന്നാൾ കഴിഞ്ഞ് ഏപ്രിൽ പിറന്നാളായി. മെയ് 4 അയാൾ നാട്ടിൽ പോയത്. എന്ത് സ്വഭാവക്കാരനാ? നമ്മ കുറച്ച് വീടി വലിക്കും, ഇടയ്ക്കൊക്കെ വെള്ളം അടിക്കും. അതൊന്നും കുഴപ്പമില്ല. കൊറേ പരമാവധി ഉപയോഗിച്ച ആളെ കുറച്ച് കൊണ്ടുവന്നേ ഞാൻ. സ്ഥിരമായിട്ട് പൈസ ഒക്കെ തരൂ. ഇവിടെ നാട്ടിൽ പണിക്ക് പോകുമ്പോ പൈസ കൊണ്ട് തന്നെയായിരുന്നു. എന്ത് പണിയാ? എന്ത് ജോലിക്കും പോകും, കൂലിപ്പണിക്ക് എന്ത് ജോലിക്കും പോകും. അപ്പൊ അന്ന് പിന്നെ ദൂരത്ത് ജോലിക്ക്, ഇവിടെ ജോലി ഇല്ല, കുറവാണ്. അപ്പോൾ ജോലിക്ക് പോയിട്ട് പൈസ അയച്ചോളാന്ന് പറഞ്ഞു. ആദ്യമൊക്കെ നാട്ടിൽ അങ്ങനെ ജോലിക്ക് കമ്പനിയിൽ പോയിരുന്ന ആളാണ്. അപ്പോൾ പോയതാണെന്ന് പറഞ്ഞ് പോയതാണ്. എവിടെയെന്ന് അറിയില്ല, ഏത് സംസ്ഥാനത്താണോ. ഏറ്റവും ഒടുവിൽ എവിടുന്നാ വിളിച്ചത്? അത് അവര് പറയുന്ന രാജസ്ഥാൻ എന്നാ പറഞ്ഞ്. ഒറീസയിൽ സ്ഥിരമായിട്ട് ഒറീസയിൽ നിന്ന ആളാണ് ഇയാള്. അപ്പൊ ഒറീസ പറയും അതിലൊക്കെ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടൂലേ? നമ്മളിപ്പോ അത് അവര് പോവാണ്, ഞങ്ങൾ കമ്പനി ജോലിയാണെന്ന് അറിഞ്ഞ് പോയപ്പോ പോയി വിളിക്കും, ജോലി അയക്കും, ശമ്പളം അയക്കും. ഇത് അനിയന്റെ ഭാര്യ. ഇപ്പൊ ഇവനെന്നും ഇപ്പൊ എന്റെ അച്ഛനെ കാണിച്ചു സാധാരണ കരയാണ്. വിളിക്കണം. രാജേന്ദ്രൻ ഒരു 2 വർഷമായിട്ട് യാതൊരു വിവരവും വീട്ടിലേക്ക് ഇല്ല. 2016 ഒരു വിളി വിളിച്ചിരുന്നു എന്നാ പറയുന്നത്. ലാസ്റ്റ് വിളിച്ച് ഏപ്രിൽ 16 2013 നിങ്ങൾ നാട് വിട്ടു പോയത്. 2015 നാട് വിട്ടു പോയി. 2013 നിങ്ങളെ കല്യാണം കഴിച്ചു. 2015 നാട് വിട്ടു പോയി. 2016 വരെ വിളിച്ചിരുന്നു. ഇടയ്ക്ക് മാസത്തിൽ 1 ദിവസമൊക്കെ വിളിച്ചായിരുന്നു. തീരെ വിളിയില്ല എന്നുള്ളതാണ് പരാതി. നിങ്ങള് രാജസ്ഥാനിൽ പോലീസിൽ പരാതി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞ് ഞാൻ ചെങ്ങന്നൂർ DSPക്ക് പരാതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഏത് സംസ്ഥാനത്തിട്ടാണ് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് കൊണ്ടുതരണ്ടേ, എവിടെയെങ്കിലും ഒരു സൂചന ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുതരാം. ഈ സംസ്ഥാനം മുഴുവൻ ഞങ്ങൾക്ക് കറങ്ങി നടക്കാൻ സമയമില്ല, അതിന് പറ്റത്തുമില്ല എന്നൊക്കെ പറഞ്ഞു അവർ. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഇവനെയും കൊണ്ട് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഏത് സംസ്ഥാനത്താണ് നിങ്ങൾക്ക് പോയതുള്ളൊരു വിവരം ഉണ്ടോ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇയാൾ പല സംസ്ഥാനത്ത് കയറി ഇറങ്ങുന്ന ആളാണ്, അപ്പോൾ എവിടെയെന്ന് അറിയത്തില്ല. നിങ്ങളായിട്ട് നല്ല ഇതിൽ തന്നെയാണോ? ഞങ്ങൾ തമ്മിൽ കുഴപ്പമില്ല. അപ്പോൾ നല്ല നിലയിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു വിവരമില്ലാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഭർത്താവിനെയും തേടി ഞങ്ങളടുത്ത് വന്നിരിക്കുകയാണ് പ്രവാസ ലോകത്തിൽ. എനിക്ക് ഒരു ഡൗട്ടില്ല. ആദ്യം ഇയാൾ പോയിരിക്കുന്ന ഒറീസ സ്ഥലത്തായിരുന്നു. ഒരു ജെറാസുണ്ട, ഭീമപ്പള്ളി, തെർമൽ പ്ലാന്റ്, ഇത്ര അഡ്രസ്സാണ് എനിക്ക് ആദ്യം. പണ്ട് ഇയാൾ പോയിട്ട് അവിടെ നിന്നാണ് നാട്ടുകാർ പോയി പിടിച്ചു കൊണ്ടുവന്നത്. ഈ സ്ഥലത്തായിരിക്കും എന്നാണ് എൻ്റെ. അതൊരു ആദിവാസി സ്ഥലമാണ്. പിന്നെ അതാണ് ബന്ധപ്പെടാനും ഫോൺ വിളിക്കാനും എന്നൊക്കെ ഇവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞത്. ഞങ്ങൾ അന്ന് അവിടെ നിന്നാണ് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു TV കാണാനോ ഒരു ഫോൺ വിളിക്കാനൊന്നും പറ്റാത്തൊരു ആദിവാസി സ്ഥലമാണ് അത്, കാട്ടുപ്രദേശമാണ്. അവിടെ ആയിരിക്കും ഇയാളെന്നാണ് അവർ പറയുന്നത്. പണ്ട് പോയത് അവിടെയാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഇപ്പോഴും അവിടെ ആകാൻ സാധ്യത ഉള്ളതെന്ന്. ഒറീസയിലെ ഒരു ആദിവാസി കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്നാണ് ഭാര്യ സംശയിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യുന്ന ജോലി കേരളത്തിലൊക്കെ എത്രയോ സുലഭമായിട്ടുള്ള ജോലിയാണ്. എന്തിനാണ് ഇത്തരം ജോലിക്ക് വേണ്ടിയിട്ട് ഒറീസ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഒറീസക്കാർ മുഴുവൻ കേരളത്തിലേക്ക് ജോലി തേടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒറീസയിലേക്ക് കുറഞ്ഞ ശമ്പളത്തിന് ജോലി തേടി പോകുന്ന ഒരു വിരോധാഭാസം ഈ കേസിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായൊരു ജോലി ഉണ്ടാകും. ഇവിടെ നാട്ടിൽ നിന്ന ജോലി ഇല്ല, കൂലിപ്പണി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്ഥിരമായി പൈസ കുറഞ്ഞാൽ കമ്പനി പണിയല്ലേ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാൻ അന്നും പറഞ്ഞ് പോകണ്ട, എനിക്ക് കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, ഞാൻ എങ്ങനെയും ജോലി ചെയ്ത് ജീവിച്ചോളാം. ഞാൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്നു. രാജേന്ദ്രൻ കുടുംബമൊക്കെ ആയിട്ട് സ്നേഹമുള്ള ആളാണെന്നാണ് എനിക്ക് സംസാരത്തിൽ മനസ്സിലായത്. മറ്റു പരാതികളൊന്നും ഇവർ ഉന്നയിക്കുന്നില്ല, നോക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഈ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം തിരിച്ചു വരിക എന്നുള്ളതാണ്. മകൻ അച്ഛനെ ചോദിക്കുന്നു, പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ പെരുമാറുന്ന ഒരു ഇതുണ്ടാവും. കുട്ടികളല്ലേ,
അത് തീർച്ചയായിട്ടും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ട് ഇത് നിലയിൽ അച്ഛൻ എന്നുള്ള ചോദ്യം ഉണ്ടാവും. രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ TV കാണുമോ എന്ന് തന്നെ സംശയം, എനിക്കറിയില്ല. എന്തായാലും പ്രവാസലോകം പ്രവർത്തകർ ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് വിവരം പറയണം, അദ്ദേഹത്തെ അന്വേഷിക്കണം. അദ്ദേഹം തന്നെ കാണുകയാണെങ്കിൽ അങ്ങ് നാട്ടിലേക്ക് തിരിച്ചു വരണം. എന്തെല്ലാം സഹായമാണ് പ്രവാസലോകം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഒറീസയെന്നോ എവിടുന്ന് വേണമെങ്കിലും വരാനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. തീർച്ചയായിട്ടും രാജേന്ദ്രൻ തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ അധികം കാലമായിട്ടില്ല, കുടുംബത്തെ പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിട്ടില്ല, കുടുംബ സ്നേഹമുള്ള ആളാണ്, ഭാര്യയുമായിട്ട് നല്ല നിലയിൽ കഴിയുന്ന ആളാണ്. ചില കാലം കടന്നു പോകുന്ന ചിലപ്പോൾ ഇത്തരത്തിലുള്ള യാത്രികരായിട്ടുള്ള തൊഴിൽ അന്വേഷകർ അറിയാറില്ല, പലരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവർ കുടുംബത്തിനോട് സ്നേഹമില്ലാണ്ടാവുന്നല്ല. ഞാൻ ഇന്നലെ എൻ്റെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ 18 വർഷം വിദേശത്തായിരുന്നു. അയാൾ ഒരിക്കലും നാട്ടിലേക്ക് വന്നില്ല. ഇപ്പം അയാൾ വന്നു, ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു കുടുംബത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അപ്പം അങ്ങനെ പെട്ടുപോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാളാണ് രാജേന്ദ്രൻ. അപ്പോൾ കഴിയുന്നതും വേഗം രാജേന്ദ്രൻ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കണം. അതിനാണ് ഞങ്ങളുടെ അടുത്ത് കുടുംബവും തങ്ങളുടെ 3 വയസ്സായ കുട്ടിയും ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. അവരുടെ കണ്ണീരിന് വിലയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വരവാണ് അവർക്ക് ആശ്വാസമുണ്ടാകുന്ന ഏക പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജേന്ദ്രൻ വരണം, കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ശരി കേട്ടാ, കരയണ്ട. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്ന മനുഷ്യരെ തേടിയുള്ള അന്വേഷണമാണ് പ്രവാസലോകം നടത്തുന്നത്. കാണാതായവരുടെ മുഴുവൻ വിവരങ്ങളും ഫോട്ടോ സഹിതം ഞങ്ങളെ അറിയിക്കുക. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവർ വളരെയേറെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പ്രവാസം തന്നെ മറ്റൊരു ജീവിതമാണ്. അതിന് തയ്യാറെടുക്കേണ്ടത് എങ്ങനെയെന്ന് ഈ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തും. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്. ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ സമാപിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം.